എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് ഇറച്ചിക്കറിയുടെ അതേ ഒരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കറി തയ്യാറാക്കാം. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും സാധാ റൈസിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന സമയത്ത് സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോയ ചങ്ക്സ് നന്നായിട്ട് മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം വെക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇത് ഏകദേശം ഒരു 4 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളത് തണുത്ത വെള്ളത്തിലിട്ട് 2-3 തവണ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇനി വേണ്ടത് 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ഈ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളി മാത്രം നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ സബോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഈ ഒരു സബോള നല്ലൊരു ബ്രൗൺ കളർ വരുന്നവരേക്കും നന്നായിട്ട് വഴറ്റിയെടുക്കണം. കണ്ടോ, ഈ ഒരു പാകത്തിൽ തന്നെ സബോളയുടെ കളർ നന്നായിട്ട് മാറി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കാം. ഞാനിവിടെ 2 ചെറിയ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച ഫ്ലേവർ പോകുന്നവരേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിപ്പോകണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയിട്ട് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിത് നേരത്തെ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് പച്ചവെള്ളത്തിൽ ഒരു 2-3 തവണ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ സോയ ചങ്ക്സിൻ്റെ ഉള്ളിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സോയ ചങ്ക്സിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിപ്പോൾ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ സബോള വഴറ്റിയെടുക്കുന്ന സമയത്തും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് മുങ്ങി കിടക്കണം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. വേണമെങ്കിൽ നമുക്കിതിലേക്ക് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുമ്പോഴേക്കും ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് കറി നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്